ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിൻ്റെ റൂമിൽ കിടക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വേദ പോയിട്ട് വാതിലടച്ച് വരികയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ഒരു കള്ളനോട്ടൊക്കെ നോക്കുന്നുണ്ട്. അതിന് ശേഷം വിക്രത്തിനോട് അവിടെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് താഴെ പായ് വിരിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. വിക്രത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരു ചവിട്ടൊക്കെ ചവിട്ടാൻ പോകുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദ എഴുന്നേറ്റിട്ട് വിക്രമിനെ എണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ വെള്ളം കോരിയിട്ട് ഇങ്ങനെ ഒഴിക്കാൻ പോകുകയാണ്. അപ്പോഴത്തേനും വിക്രം ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ വേദന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മിയ പോലെ ഔട്ട വെള്ളം ഒഴിക്കുന്നത്. വേഗം തന്നെ പുണ്യാഹം കുടിക്കുന്നത് പോലെ ആ വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും നിന്നെപ്പറ്റി പറയുന്നത് കേട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ നീ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്ന് പറയാം കേട്ടോ, നിന്നെയാണല്ലോ ഇന്ന് രാവിലെ തന്നെ കണി കണ്ടത്. വണ്ടി അപകടം ഏത് വഴിയിലായാലും വണ്ടി വിളിച്ച് വന്നോളും എന്നൊക്കെ പറയുകയാണ്. വിക്രം പറഞ്ഞതുപോലെ തന്നെ അപകടം തന്നെ വരികയാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി വരികയാണ്. മുത്തശ്ശി വന്നിട്ട് സത്യങ്ങളൊക്കെ മുത്തശ്ശിയുടെ വാലിൽ നിന്ന് അറിയാതെ വീഴാണ്. അപ്പോൾ പറയുന്നുണ്ട്, പത്മത്തിന് കുഴപ്പമൊന്നുമില്ല ഇവരുടെ ബന്ധത്തിൽ, പക്ഷേ ശങ്കരന് ഇപ്പോഴും അത് സ്വീകരിക്കാനുള്ള മനസ്സായിട്ടില്ല. പെട്ടെന്നാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, പിള്ളേർ പ്രേമിച്ചത് അത്ര പെട്ടെന്നൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല കേട്ടോ, പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്നുള്ള ഒരു കാര്യമാണ് അച്ഛനോട് പറഞ്ഞിട്ടുള്ളതെന്നൊന്നും മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. അങ്ങനെ മുത്തശ്ശി ഇവർ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സത്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. നിർബന്ധപൂർവ്വം വിക്രം വേദന കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണെന്നുള്ള സത്യമൊക്കെ അറിയാണ്. അപ്പോൾ ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.